സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി മാനസ മനോജ് കൂടിയുണ്ട്. മാനസ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മറ്റ് മുന്നറിയിപ്പുകൾ. സംസ്ഥാനത്ത് ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, അതോടൊപ്പം തന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് അലർട്ടുകൾ ഉള്ളത്. എങ്കിൽ കൂടിയും ഈ 4 മണിക്ക് വന്ന മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇടത്തരം മഴ ലഭ്യമാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വ്യാപകമായ മഴ ലഭിക്കുമെന്ന അറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഒപ്പം തന്നെ നിലവിൽ സംസ്ഥാനത്തെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ജാഗ്രത വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ രാത്രി 11:30 വരെയാണ് ഉയർന്ന തിരമാലയ്ക്കും അതോടൊപ്പം തന്നെ കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കാലവർഷം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കാലവർഷം എത്തിച്ചേർന്നത്. എന്നാൽ കേരളത്തിൽ മെയ് 27-ന് കാലവർഷം എത്താൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മറ്റൊരു പ്രവചനം. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ മലയോര തീരദേശ മേഖലകളിലുള്ളവർ ഈ വെള്ളം പെട്ടെന്ന് കയറുന്ന ഇടങ്ങളിലുള്ളവരൊക്കെയും തന്നെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ശരി, 8 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം എല്ലാ ജില്ലകളിലും ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. എന്നാൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. വിവരങ്ങളാണ് മാനസ മനോജ് നൽകിയത്.